ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് 2 ബീറ്റ്റൂട്ട് വെച്ചിട്ട് തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹൽവ നമുക്ക് അരമണിക്കൂറിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിൽ അലിഞ്ഞിറങ്ങുന്ന തരത്തിലുള്ളൊരു ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിൽ അലിഞ്ഞിറങ്ങുന്ന തരത്തിലുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബീറ്റ്റൂട്ട് ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് ഹൽവ തയ്യാറാക്കാനായിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള 2 ബീറ്റ്റൂട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഇത് 2 കപ്പ് അളവിലാണ് ബീറ്റ്റൂട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം ഒരു 2 കപ്പ് അളവിൽ ബീറ്റ്റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി അളവുകളെല്ലാം നമുക്ക് ഈ ഒരു ഹൽവയ്ക്ക് കറക്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തന്നെ കഷ്ണങ്ങൾ കിടക്കാത്ത രീതിക്ക് വേണം നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ബീറ്റ്റൂട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ബീറ്റ്റൂട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചതിന് ശേഷം മിക്സിയുടെ ജാറ് ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒട്ടും തന്നെ കൊത്തൊന്നും വരാത്ത രീതിക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മുടെ കയ്യിൽ കോട്ടൺ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് ഒന്ന് അരിച്ചെടുത്താൽ മതിയാവും. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒട്ടും തന്നെ കൊത്തൊന്നും വരാത്ത രീതിക്ക് ഒന്ന് അരിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ വലിയ ഹോളുള്ള ഒരു അരിപ്പയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യമായിട്ടാണ് ഒന്ന് അരിച്ചെടുക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഈ ഒരു വലിയ അരിപ്പ ഉപയോഗിച്ചിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു ചെറിയ ഹോളുകളുള്ള ഒരു ചെറിയ അരിപ്പ ഉപയോഗിച്ചിട്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ തുണി ഉപയോഗിച്ചിട്ടാണ് അരിച്ചെടുക്കുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഏത് പാനിലാണോ ഹൽവ തയ്യാറാക്കുന്നത് ആ പാനിലേക്ക് തന്നെ അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തപ്പോഴത്തേക്കും നമ്മൾ ഹൽവ തയ്യാറാക്കുന്ന ഒരു പാനിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മളിത് അരിച്ചെടുക്കുമ്പോഴത്തേക്കും ഒട്ടും തന്നെ കൊത്തൊന്നും കിടക്കാൻ പാടില്ല. ആ ഒരു രീതിക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ജ്യൂസ് ആക്കിയിട്ട് വേണം ഒന്ന് അരിച്ച് എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോർ ആണ്. അപ്പം ഞാൻ 1/2 കപ്പ് അളവിൽ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഈ 1/2 കപ്പ് അളവിൽ മധുരം എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. ഒരുപാട് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു 1/4 കപ്പ് വരെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഒട്ടും തന്നെ കട്ട പിടിക്കാത്ത രീതിക്ക് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. അതുപോലെ തന്നെ പഞ്ചസാരയൊന്ന് മെൽറ്റായി വരത്തക്ക രീതിയിലൊന്ന് കലക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് ഒന്ന് വെച്ച് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇതൊന്ന് കലക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാനായിട്ട്. നമ്മളിതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു ജ്യൂസ് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും. ഈ ഒരു പരുവത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒട്ടും തന്നെ കൈയെടുക്കാതെ വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ കോൺഫ്ലോർ ഒരു 2 മിനിറ്റിൽ തന്നെ നമുക്ക് ഇതുപോലെ തിക്കായിട്ട് വരും. അങ്ങനെ തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ കോൺഫ്ലോറിൻ്റെ ആ ഒരു പച്ച ചുവ നമ്മുടെ ഹൽവയിൽ ഫീൽ ചെയ്യും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങി. പിന്നെ നമ്മൾ വീണ്ടും കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്കും എല്ലാ ജ്യൂസും കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് തിക്കായിട്ട് കിട്ടിക്കോളും. നന്നായിട്ടൊന്ന് തിക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. നമ്മൾ നെയ്യ് ചേർത്ത് കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ ആ ഒരു ഷൈനിങ്ങോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ബീറ്റ്റൂട്ട് ഹൽവ കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിക്കായതിനു ശേഷം നമുക്ക് ആദ്യം 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒന്ന് ചേർത്ത് വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു 2 മിനിറ്റ് കഴിയുമ്പം വീണ്ടും 1 സ്പൂൺ നെയ്യ് ചേർത്ത് നമുക്കിതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ മൊത്തത്തിൽ 4 സ്പൂൺ നെയ്യ് 2 മിനിറ്റ് ഇടവിട്ട് നമുക്കിതുപോലെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഹൽവ നന്നായിട്ട് തിക്കായിട്ട്
പാനിൽ നിന്നൊന്ന് വിട്ട് വരുന്ന പരുവം വരേക്കും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഹൽവ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഹൽവ മുഴുവനായിട്ട് തന്നെ പാനിൽ നിന്നൊന്ന് മാറിപ്പോകുന്ന രീതിക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു രീതിക്ക് ഒന്ന് തിക്കായതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയം നമുക്കിതിലേക്ക് നട്ട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നട്ട്സിന് പകരമായിട്ട് 1 ടീസ്പൂൺ അളവിൽ എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ള എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് 1 മിനിറ്റ് കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആ പാത്രത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എപ്പോഴും ഹൽവ തയ്യാറാക്കുന്ന സമയത്ത് ഹൽവ ഒഴിച്ചു കൊടുക്കാനുള്ള പാത്രമൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് വേണം ഹൽവ തയ്യാറാക്കാനായിട്ട്. ഞാനൊരു സ്ക്വയർ ഷേപ്പിലുള്ളൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് എള്ളൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഹൽവയൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഹൽവ തയ്യാറാക്കി സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ പാത്രം സെറ്റ് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഹൽവ പെട്ടെന്ന് തന്നെ തിക്കായി പോകും. പിന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ഷേപ്പിലൊന്നും ആക്കി എടുക്കാനായിട്ട് പറ്റില്ല. ഇനി ഈ ടിന്നിലേക്കൊന്ന് ഒഴിച്ചതിന് ശേഷം നമുക്കൊരു സ്പൂണിൽ ഒരല്പം നെയ്യൊന്ന് തടവിയതിന് ശേഷം കുറച്ചൊന്ന് അമർത്തി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഷേപ്പാക്കി ഒന്ന് എടുക്കാം. ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് തന്നെ ഒരു 3/4 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഒന്ന് സെറ്റായിട്ട് വന്നോളും. ഇപ്പോൾ 3/4 മണിക്കൂർ ആയപ്പോഴത്തേക്കും ഹൽവ നല്ലതുപോലെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഈ ഒരു ടിന്നിലും നെയ്യ് പുരട്ടി കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് എളുപ്പത്തിൽ തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് ഇഷ്ടമുള്ള സൈസിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബീട്രൂട്ട് ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 ബീട്രൂട്ട് മതി നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹൽവ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അളവുകളിൽ നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഹൽവ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഹൽവയൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.